നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും, നിങ്ങളുടെ ബോഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് അറിയില്ല അവർക്ക്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഓഫർ കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്നാ, ഞാൻ എൻ്റെ കർഷകനോട് എടുക്കുന്നത് 100 കിലോ ആയിരിക്കാം, 500 കിലോ ആയിരിക്കാം. അതേസമയം വലിയ ഇപ്പം അംബാനിയോ അല്ലെങ്കിൽ ടാറ്റയുടെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ലുലു ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൈസയ്ക്ക് ടൺ കണക്കിനാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അവർക്ക് ഓഫർ കൊടുക്കാം, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ആൾക്കാർ ഓഫർ എന്ന് പറയുന്നതിൻ്റെ പിന്നാലെ പോകും. ഇനി ഓഫറിൽ ഒത്തിരി ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ചതികളുണ്ട്. അപ്പോൾ ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ള പ്രാഥമികമായ ഒരു കാര്യമുണ്ട്. അത് അത്ര എളുപ്പമല്ല. പണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ചെറിയ ഒരു പരിപാടി നടത്തി. അതിൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വെച്ചു. ഇന്നല്ല, ഒരു 14 വർഷം മുമ്പാണ്, 13 വർഷയിലുമായി. 2013 മമ്മൂട്ടി ഞങ്ങളുടെ കൂടെ കൃഷി ചെയ്യാൻ വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തോമസ് ഐസക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വരികയാണ്, നമ്മുടെ മഹാരാജാസ്. ശ്രീ തോമസ് ഐസക്ക് എന്നെയും ലാലിനെയൊക്കെ അറിയാം. എടോ, ഇതൊക്കെ ആ മമ്മൂട്ടിയെ കൊണ്ടോ മോഹൻലാലിനെ കൊണ്ടോ ഒക്കെ പറ, അപ്പം ജനം അറിയും എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് മാർട്ടിൻ പ്രക്കാട്ടാണ് മമ്മൂക്കായോട് ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. മമ്മൂക്ക ഞങ്ങളുടെ വീട്ടിൽ വരികയായിരുന്നു. കൊല്ലംകോട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലും ഞങ്ങളുടെ പാടത്തുമൊക്കെ വന്ന് കൃഷിയെ മനസ്സിലാക്കി അപ്പം തന്നെ ഞങ്ങളെ കൂടെ കൂട്ടുമായിരുന്നു. മമ്മൂക്ക പറഞ്ഞപ്പോൾ എന്തറിഞ്ഞു എല്ലാവരും? പ്രകൃതി കൃഷിയെക്കുറിച്ച് അറിഞ്ഞു, പ്രകൃതി ഭക്ഷണത്തെക്കുറിച്ചറിഞ്ഞു, നാടൻ പശുക്കളെ കൊണ്ടുള്ള കൃഷി അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. മമ്മൂക്കയെ ശ്രദ്ധിക്കാൻ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും ഉണ്ട് അല്ലേ. ഞാനൊരാൾ പറയുമ്പോൾ അതിപ്പോൾ ലിമിറ്റ് ചെയ്യപ്പെട്ടു. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൽ നമ്മൾ അതുപോലെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ശബ്ദം കേൾക്കുകയുള്ളൂ. പിന്നെ കുറുക്കു വഴികൾ, പയറ് പുഴുങ്ങിയോ മുളപ്പിച്ചോ തന്നെ കഴിക്കേണ്ട സാധനമാണ്. നിങ്ങൾ അതിനെ വറുത്തു പൊടിച്ച് പാലിൽ കലക്കി കുടിച്ചാൽ നിങ്ങളുടെ ദഹന പ്രക്രിയക്ക് പ്രശ്നമുണ്ടാകും. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പാല് തന്നെ ഒരു ഡൈജഷന് പറ്റിയൊരു 4 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 എൻ്റെ ഓർമ്മ, തെറ്റുണ്ടെ ക്ഷമിക്കട്ടെ, അത് കഴിഞ്ഞാൽ പാല് ദഹിപ്പിക്കാനുള്ള എൻസൈംസ് നമ്മുടെ ബോഡിയിലില്ല. മുലപ്പാൽ ദഹിപ്പിക്കുന്ന അവിടെയാണ് ഒരു വൈരുദ്ധ്യമുള്ളത്. പാലെന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ആഹാരം എന്ന് കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വളരെ കുറച്ച് കാലങ്ങളായിട്ടാണ് അതല്ല എന്നും അല്ലെങ്കിൽ അത് ദഹിപ്പിക്കാനുള്ള ദഹന വ്യവസ്ഥ നമുക്കില്ല എന്നും തിരിച്ചറിയുന്നത്. നമ്മുടെ ആ ഒരു സിസ്റ്റം നമ്മൾ പഠിച്ചു വന്നതിലെ മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ പാരൻസ് പോലും, ഇപ്പം നേരത്തെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പാരൻസിന് പോലും ഒരു പ്രോപ്പർ പാരൻറ്റിങ് അല്ലെങ്കിൽ ഒരു ഡയറ്റ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പാരൻറ്റിങ് പോലും അവർക്കും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാല് ഉപയോഗിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പാൽ ഉപയോഗിക്കുന്നവർ. ഇനി എന്നെ സംബന്ധിച്ച് എനിക്കൊരു മിൽക്ക് പ്രൊഡക്റ്റും പറ്റില്ല. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും ഹെൽത്ത് ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട്. നമുക്കിനി അവർക്ക് എന്തെങ്കിലും അൺഹെൽത്തി സിറ്റുവേഷൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല, നമ്മളവരെ കാണുന്നതല്ലേ ഉള്ളൂ. 2, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മിൽക്ക് എന്ന് പറയുന്നതിനെ തന്നെ, പണ്ട് നമ്മൾ മീനും നാരങ്ങയും ഒരുമിച്ച് കഴിക്കില്ല. ഇന്ന് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ എടുത്ത് നോക്കിയാൽ മീനിൻ്റെ പുറത്തോട്ട് നല്ലോണം നാരങ്ങ ഒഴിച്ചിട്ട് കഴിപ്പിക്കും, ഇല്ലെങ്കിൽ ആ ഗ്രേവി അതിനകത്ത് ആ മസാലക്കകത്തോട്ട് നാരങ്ങ ഒഴിക്കും, തൈര് ഒഴിക്കും, ഇറച്ചിക്കകത്ത് തൈരിടും. വിരുദ്ധ ആഹാരങ്ങളെല്ലാം എൻകറേജ് ആവുക. അപ്പോഴും ഇവർക്കൊരു സ്കിൻ ഇഷ്യൂ ഉണ്ടായി, ഇത് കഴിച്ചൊരു സ്കിൻ ഇഷ്യൂ ഉണ്ടായി, അപ്പോഴും അവരത് സപ്രസ് ചെയ്യാനുള്ള മരുന്നേ കൊടുക്കുകയുള്ളൂ ഇല്ലേ. ഇന്ന് മുഖക്കുരുവിൻ്റെ താഴെ ഇഞ്ചക്ഷൻ വരെ ഉണ്ടെന്ന് കേൾക്കുന്നു, സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ്. എല്ലാവർക്കും അല്ല, വളരെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് അവർ കൊടുക്കുക, ക്ലിനിക്കലി അതാണ്. അപ്പം നമ്മൾ ഇംപെർഫെക്ഷൻസ് ഒന്നും നമുക്കിപ്പോൾ പറ്റില്ല. നിങ്ങൾ സുന്ദരി ആയിരിക്കണം അല്ലെങ്കിൽ സുന്ദരനായിരിക്കണം, നിങ്ങളുടെ ആന്തരിക അവയവത്തിൻ്റെ ഹെൽത്ത് നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങൾ സുന്ദരിയായിരിക്കണം, അതിനുവേണ്ടി എത്ര സ്പെൻഡ് ചെയ്യും? ഒരു സ്കിൻ ക്ലിനിക്കിൽ പോയി 10,000 കൊടുത്താലും നല്ല ഭക്ഷണത്തിന് 100 രൂപ കൊടുക്കാൻ സന്നദ്ധമല്ലാത്ത മനുഷ്യരുണ്ട്. അവരുടെ വിചാരം ഇതാണ്. എന്തിനാണ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത് നമ്മുടെ ഏജിനെ അല്ലേ? ആൻറ്റി ഏജിങ്. ശരീരത്തിൻ്റെ കോശഘടന അല്ലെങ്കിൽ ശരീരത്തിന് നമ്മളൊന്ന് വെറുതെ വിട്, അത് പ്രായമായിക്കോട്ടെ. എൻ്റെ മക്കളൊക്കെ ഇടയ്ക്ക് എൻ്റെ മുടിയൊക്കെ നരയ്ക്കുമ്പോൾ അമ്മ ഇത്തിരി ഒന്ന് എന്നാ, അപ്പോഴും എനിക്ക് പേടിയാ. ഞാൻ വളരെ സേഫ് എന്ന് തോന്നുന്ന 1-2 സാധനങ്ങൾ പല കാലത്തും നമ്മൾ ഉപയോഗിക്കും. അതെന്താ വെച്ചാൽ ഈ സമൂഹം ആവശ്യപ്പെടുന്നതുകൊണ്ടല്ലേ, നമ്മൾ പ്രായമാകാനും സമ്മതിക്കുകയില്ല ആൾക്കാരെ. ആൻറ്റി ഏജിങ്, സ്കിന്നിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. പിന്നെയുള്ള പ്രശ്നം എന്നാന്ന് വെച്ചാൽ, ഒരച്ഛനും അമ്മയും 2 കുട്ടികളും കൂടെ പോയി ഒരു മാളിൽ ഇരുന്നുകൊണ്ട് KFC കഴിക്കുകയാണ്. അച്ഛൻ 50-ാമത്തെ വയസ്സിലും അമ്മ 40-ാമത്തെ വയസ്സിലും കഴിക്കുന്നു, കുട്ടി അത് 3-ാമത്തെ വയസ്സിൽ കഴിക്കുക.
അപ്പോൾ 50-ാമത്തെ വയസ്സിൽ കഴിക്കുന്ന അച്ഛനെ അത് ബാധിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ആയിരിക്കില്ല 3 വയസ്സുള്ള കൊച്ചു കഴിക്കുന്നത്. ഇവൻ ഇതിന് അഡിക്റ്റ് ആവും. ഇവൻ എപ്പോൾ മാളിൽ പോയാലും ഇനി അത് വേണം. ഫ്രൈഡ് ചിക്കൻ വേണം, അവന് ബർഗർ വേണം, പിസ്സ വേണം. പടവലങ്ങ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫൈബർ വെജിറ്റബിൾസ് ഉപയോഗിക്കുക, സാലഡ്സ്, വെള്ളം കുടിക്കാതെ പിള്ളേർ ഇന്നിരിക്കും. ഹൈജീൻ, OCD എന്ന് പിള്ളേർക്ക് ഒബ്സസീവ് ആയിട്ട് തോന്നുകയാണ്. വൃത്തിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലും കുടിക്കാത്ത പിള്ളേരുണ്ട്. എൻ്റെ മോള് അടക്കമുണ്ട്, ബാത്റൂം യൂസ് ചെയ്യാത്തവരുണ്ട്. ഇതെല്ലാം തകർക്കുന്നത് ആരോഗ്യ സിസ്റ്റത്തെ, ബോഡിയുടെ സിസ്റ്റത്തെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഭക്ഷണ ആരോഗ്യ ചിന്തകളെ മാറ്റേണ്ട ഒരാൾക്കത് സാധിക്കുള്ളൂ, ഒരു സ്ത്രീക്കേ സാധിക്കുള്ളൂ. അടുക്കള കൈകാര്യം ചെയ്യുന്ന ആരാണോ അവർക്കേ അത് സാധിക്കുള്ളൂ. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് മീൻസ് ഞങ്ങളുടെ അരിമേളകളിൽ വന്ന ആണുങ്ങൾ അരി നോക്കും, പെണ്ണുങ്ങൾ വലിച്ചുകൊണ്ട് പോവും. പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ തവിടുള്ള അരിയൊക്കെ എൻ്റെ മേടം അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ പുഴുത്ത് നാശമായിട്ടെടുത്ത് കളഞ്ഞിട്ടുണ്ട്, വാരി ഇതൊന്നും വെച്ച് തരികയെന്ന് പറയും. അപ്പോൾ ആരെ എഡ്യൂക്കേറ്റ് ചെയ്യണ്ടേ? നിങ്ങൾ സൗന്ദര്യ സംരക്ഷണത്തിനോ, നിങ്ങളുടെ തുണിക്കോ, നിങ്ങളുടെ സ്വർണത്തിനോ, നിങ്ങളുടെ ആഭരണങ്ങൾക്കോ, ആക്സസറീസിനോ ഒക്കെ നിങ്ങൾ മുടക്കിക്കോ, അതൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണെങ്കിൽ. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കീ, ഹെൽത്തിൻ്റെ കീ നിങ്ങളുടെ കയ്യിലാണെന്ന് നിങ്ങൾ മറക്കരുത്. സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു എളിയ അഭ്യർത്ഥനയാണ്. അല്ലെങ്കിൽ നമ്മൾ വന്നിരുന്ന് വലിയ വായിൽ ഇത് പറയുന്നെന്ന് തോന്നണ്ട. കാര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിഭവത്തിൻ്റെ കണ്ടന്റ് അവർക്കറിയില്ല, അതിലെ പിന്നെ എന്തൊക്കെയാണ് ചേരുവകളെന്നറിയില്ല. അതിൽ നിങ്ങൾ വിശ്വാസ്യത പുലർത്തുക, വിരുദ്ധാഹാരങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക, എപ്പോഴും ആരോഗ്യത്തോടു കൂടി എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞ്, എൻ്റെ 10 തലമുറയും ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. DNA മ്യൂട്ടേഷൻ വരുന്ന രീതിയിലുള്ള ജീവിത രീതി, ഭക്ഷണ രീതിയെല്ലാം നമ്മൾ പോയി കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു തലമുറ ഇനി ഒരു 2 തലമുറ പോലും ആരോഗ്യത്തോടെ വരാൻ സാധ്യതയില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ളവർ കേരളത്തിലാണ്. ഹൈ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ പലരും, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സും പല ആൾക്കാരും പോയി സംസാരിക്കുമ്പം ഡോക്ടേഴ്സ് തന്നെ പറയുന്നു പേടിക്കേണ്ട, ഇതിപ്പോൾ കോമൺ ആണ്, ഫാറ്റി ലിവർ ഇഷ്യൂസ് കോമൺ ആണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കോമൺ ആയി. പണ്ട് ഡയറ്റ് കുട്ടികളുണ്ടാവാതെ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവർ പിന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അമ്മ മോക്ക് പണ്ടേ PCOD ഉണ്ടോ? ഉണ്ടായിരുന്നു. അപ്പം അത് ഡോക്ടറെ കാണിച്ചപ്പോൾ കോമൺ ആണെന്ന് പറഞ്ഞു. അത് മാറിക്കോളും, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾ ഉണ്ടാകാതിരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ദുരനുഭവം അല്ലേ ഇത്രയും ഇൻഫെർട്ടിലിറ്റി അല്ലേ, ഫെർട്ടിലിറ്റി ക്ലിനിക്സ്. എൻ്റെ തൊട്ടപ്പുറത്ത് തമിഴ് ലേഡിയും ഞാനും കൂടെ പുറത്ത് പോയിട്ട് വരുമ്പോൾ അമൃത ഫെർട്ടിലിറ്റി ക്ലിനിക്ക്, ഇങ്ങനെ വഴിനീള ക്ലിനിക്ക് ഉണ്ടപ്പോൾ ചോദിച്ചു, ഇത്തന്നെ ക്ലിനിക്കായെങ്കിൽ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, യെസ്, ഇവിടെ ഇതുപോലെ ഫെർട്ടിലിറ്റി പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ എന്നൊരു ഫാക്ടർ ഇല്ല. എൻ്റെ അമ്മയുടെ ചേച്ചി ചെറുപ്പകാലത്ത് ഒരുപാട് പട്ടിണി അനുഭവിച്ച ആളാണ്. അന്നത്തെ കുടുംബത്തിൽ സ്ത്രീകൾ പട്ടിണി നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 73 വയസ്സുണ്ട്, ഒരു അസുഖങ്ങളും ഇല്ല. പണ്ട് നെല്ലിക്ക തിന്നുമായിരുന്നു പുള്ളിക്കാരത്ത്. എപ്പോഴും പറയേ, വീട്ടിലൊന്നും ഇല്ലെങ്കിൽ ഒരു നെല്ലിക്കായും വെള്ളയിലും കുടിക്കുമെന്ന് പറയുമായിരുന്നു. ഹെൽത്തിയാ, അയൺ കണ്ടന്റ്. നമ്മുടെ പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ അവരൊക്കെ ഇപ്പോഴും എന്തോരം ഭക്ഷണം കഴിയുന്ന, ഒരു കുഴപ്പമില്ല. അവരന്ന് കഴിച്ചിട്ടില്ല. നമ്മൾ ചെറുപ്പം തൊട്ടേ ഹെവി ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ മിനിമം കുറച്ച് സമയമെങ്കിലും എനിക്കെന്ത് വേണം, എൻ്റെ ശരീരത്തിന് എന്ത് വേണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കാനെങ്കിലും കുറച്ച് നേരം മാറ്റി വെക്കുക.